ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബൂബക്കർ ഇങ്ങനെ പറയാണ്, ഇവർ വീട്ടുകാരുടെയൊക്കെ സമ്മതത്തോടു കൂടിയാണ് ഇവൾ ഇറങ്ങിപ്പോയിരിക്കുന്നത്. നമ്മൾ മക്കളെ വളർത്തിയത് കണ്ടവൻ്റെ കൂടെ ഇറങ്ങിപ്പോകാനൊന്നുമല്ലല്ലോ. അത് പറഞ്ഞ ഉടൻ തന്നെ അല്ല, എൻ്റെ മോൾക്ക് ഇവിടെ എന്ന് പറയുമ്പോഴേക്കും അബൂബക്കർ അവിടെ ഇടപെടുകയാണ് കേട്ടോ. മാമി പറയാണ്, അതെ നിങ്ങൾ എന്ന് പറഞ്ഞ് അവിടെ സംസാരം തുടങ്ങി. നീ ഒറ്റൊരുത്തി കാരണമല്ലടി നൂർജ ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. മക്കൾ തെറ്റ് ചെയ്യും, എന്നാൽ മാതാപിതാക്കൾ അത് ക്ലിയർ ചെയ്യുകയാണ് വേണ്ടത്. അല്ലാതെ കണ്ട് മാതാപിതാക്കൾ അതിനൊപ്പം നിന്ന് കഴിഞ്ഞാൽ മക്കൾ ഇങ്ങനെയൊക്കെ ആവുകയല്ലേ ചെയ്യുക. അപ്പം അതുകൊണ്ട് അവിടെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ ശ്രമിക്കണം. നീങ്ങ വന്നതെന്ന് പറഞ്ഞിട്ട് റൂമിലോട്ട് കൊണ്ട് മര്യാദക്ക് നീ അവരോട് ചെന്ന് പറയുക, അവളുടെ സ്വയേഷത്തിന് ഇറങ്ങിപ്പോയതാണ്, ഇവിടുത്തെ ക്രൂരതകളൊന്നും നീ ഒരിക്കലും ആരോടും തന്നെ പറയരുത്. അപ്പം അത് കേൾക്കുന്ന ഇങ്ങനെ മാമി പറയുന്നുണ്ട്, സുബൈർക്കാട് എൻ്റെ ഇക്കാക്ക ഞാൻ കണ്ടില്ല ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നത്. നൂർജയുടെ ഇഷ്ടത്തിനല്ലേ പോയത്. നമ്മുടെ കുഞ്ഞിന് എത്രമാത്രം ബുദ്ധിമുട്ട് ഈ വീട്ടിലുണ്ടെന്നുള്ളത് ഇവരോട് പറഞ്ഞാൽ അറിയില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ അബൂബക്കർ, ആടി എനിക്കറിയാം, നീ ഒത്താശ ചെയ്തിട്ടാണ് അവൾ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതെന്ന്. എന്നാൽ അവളെ എൻ്റെ കൈകളിൽ കിട്ടുന്നത് വരെ നിന്നെ ഞാൻ പീഡിപ്പിക്കൂടി എന്ന് പറഞ്ഞ് തലങ്ങും വിലങ്ങും ഇട്ടെടുക്കുമ്പോൾ സുബൈർക്കാടെ കൈ ഇങ്ങനെ ചലിച്ചു തുടങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീണ്ടും അടിച്ചു തുടങ്ങണം. അപ്പോഴും സുബൈർക്കാടെ കൈ ഇങ്ങനെ ചലിച്ച് വരുന്നു കേട്ടോ. ഈ സമയം തനിക്കുള്ളിൽ ഒരു ഭയമൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ അബൂബക്കറിന്. ഈ സമയം അബൂബക്കർ, എടി നീ അവരോട് ചെന്നിട്ട് നീ തന്നെ പറയണം, ഇവിടെ അവളുടെ ഇഷ്ടത്തിന് ഇറങ്ങിപ്പോയതാണ്, ഒരിക്കലും ഇവിടെ ഒരു ബുദ്ധിമുട്ട്, മാനസിക ബുദ്ധിമുട്ട് അവൾക്കുണ്ടായിട്ടില്ല എന്നുള്ള സത്യം നീ വെളിപ്പെടുത്തണം. മര്യാദക്ക് പറഞ്ഞോ, അത് പറയുന്നത് വരെ നിന്നെ കൊണ്ട് ഞാൻ നിന്നെ ഇട്ട് അടിക്കൂടി എന്നൊക്കെ പറഞ്ഞിട്ട് കഴുത്തിലോട്ട് പിടിച്ചിട്ട് ചുമരിൻ്റെ മുക്കിൽ കൂട്ടിയിട്ട് അങ്ങ് അടിക്കുമ്പോഴേക്കും സുബൈർക്ക് പറയണേ, തൊട്ട് പോകരുത് അവളെ എന്ന് പറയണട്ടോ. ഈ സമയം അബൂബക്കർ ഞെട്ടി നിൽക്കുകയാണ്. ഇവിടെ നൂർജയുടെ മാമിക്കാണെങ്കിൽ പറയാൻ വാക്കുകളില്ല. ഇക്കാക്ക എന്ന് പറഞ്ഞ് തന്നെ ആങ്ങളയുടെ അടുത്തോട്ട് ചെന്നിട്ട്, ആങ്ങളെ എന്തെങ്കിലും ഒന്ന് മിണ്ട, ആങ്ങളെ എൻ്റെ കാക്ക എന്തെങ്കിലും ഒന്ന് മിണ്ടിക്കേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ സുബൈറിൻ്റെ കണ്ണ് ചോരത്തുള്ളികൾ പോലെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ആ ഒരു സീനാണ്. പിന്നീടാണെങ്കിൽ ഈ കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത്. അവർ ഈ കുന്നുമുകളിലൂടെ ഈ മിന്നാമിനിങ്ങനെ തിരഞ്ഞിട്ട് ഈ മലമുകളിലൂടെ ഇങ്ങനെ കടന്ന് പോകുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് ഇങ്ങനെ ശാരദാമ്മയാണ്. ശാരദാമ്മയുടെ മുന്നിലോട്ട് അനൂപ് വന്നിരിക്കുന്നത്. അപ്പോൾ അനൂപ് പറയാണ്, കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയിരിക്കുന്ന ശാരദാമ്മേൻ്റെ അമ്മ വിളിച്ചിരുന്നു. അമ്മ എന്താ ഹോസ്പിറ്റലാണെന്നോ, അമ്മക്ക് തീരെ സുഖമില്ലാന്നോ, പെട്ടെന്ന് ബാംഗ്ലൂരിലോട്ട് എത്താൻ പറഞ്ഞിരിക്കുന്നു എന്ന് പറയട്ടെ. ഇത് കേൾക്കുന്ന ശാരദാമ്മ പറയാം, അതെങ്ങനെ ശരിയാവും, നൂർജഹാനെ നീ ഇവിടെ കൊടുന്നാക്കിയിട്ട് നീ പെട്ടെന്ന് ബാംഗ്ലൂരിൽ എത്താൻ പറഞ്ഞാൽ അതൊന്നും നടക്കത്തില്ല, അതൊന്നും ശരിയാവുന്ന കാര്യമല്ല എന്ന് പറയുന്നത് കേട്ടാ. ആ സമയം പിന്നെ ഞാൻ എന്താ ചെയ്യുക എന്നിങ്ങനെ ഇവിടെ അനൂപ് ചോദിക്കുന്നുണ്ട്. എടാ, നീ ഈ പെണ്ണിനെ പെട്ടെന്ന് താലി കൊട്ടി കൊണ്ടുവന്നിട്ട് നീ ഇവിടെ കൊടുന്നാക്കി പോകുന്നത് ശരിയല്ല. അവരുടെ വീട്ടുകാരൊന്നടക്കം ഇളകി നിൽക്കുകയാണ്. നീ ഒന്നെങ്കിൽ ഇവളെ ബാംഗ്ലൂരിലോട്ട് കൊണ്ടുപോകുക. അത് കേട്ട ഉടനെ അനൂപ് പറയാണ്, ഞാൻ എൻ്റെ അമ്മയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്തായാലും ബാംഗ്ലൂരിലേക്ക് കൊണ്ടുപോകാൻ, ഇവളെ ബാംഗ്ലൂരിലോട്ട് കൊണ്ടുപോകാൻ ഞാൻ ശ്രമിക്കും, അതിനായിട്ടായിരിക്കും ഇനി എൻ്റെ വരവ് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ ആ സമയമൊക്കെ അവിടെ പറയാണ്, അതൊന്നും ഒരു ശാശ്വതമായ തീരുമാനമില്ലല്ലോ. അതായത് നിൻ്റെ അമ്മയെ അങ്ങനെ ആദ്യം തന്നെ പറഞ്ഞ് സമ്മതിപ്പിച്ചതിന് ശേഷം മാത്രമായിരുന്നു നീ ഇവളെ വീട്ടിൽ നിന്ന് ഇറക്കി കൊണ്ടുവരേണ്ടത്, അല്ലാതെ നീ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ ഇങ്ങനെ ശാരദാമ്മ പറയുന്നുണ്ട് കേട്ടോ. ആ സമയമാണ് പെട്ടെന്ന് കഥകിൽ ആരോ തട്ടുന്നത്. ആരുമല്ല, സി എ ചന്ദ്രബോസ് തന്നെ ആയിരിക്കും കേട്ടോ. സി എ ചന്ദ്രബോസ് കഥക് ഇങ്ങനെ തട്ടിയതിന് മുകളിലൂടെ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ തന്നെ ശാരദാമ്മ പറയാം, മക്കൾ ഇവിടെ നിൽക്കും, ഞാൻ ആരെ പോയി നോക്കട്ടെ എന്ന് പറഞ്ഞ് കഥക് തുറന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച സി എ ചന്ദ്രബോസിനെയാണ് കേട്ടോ. സി എ ചന്ദ്രബോസിനെ കാണുന്ന ശാരദാമ്മ ഒന്ന് പതറുന്നുണ്ട്. എന്താ ശാരദാമ്മയെ ഒളിപ്പിക്കേണ്ടവരെ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടോ, ഞങ്ങളുടെ വീട് സെർച്ച് ചെയ്യണമെന്ന് പറയുമ്പോൾ ശാരദാമ്മ പറയണം, അതൊന്നും നടക്കത്തില്ല, എന്താ നടക്കുക, നടന്നേ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ സി എ ചന്ദ്രബോസ് തൻ്റെ കോൺസ്റ്റബിളിനോട് പറയണേ, നിങ്ങൾക്ക് പരിശോധിക്കാൻ കയറുന്നു പറയുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ വാക്ക് പരിധിയിലെത്തി ഇടേണ്ടി വരികയാണ്. അപ്പോൾ ഉടനെ ഞാൻ പറഞ്ഞോളൂ, നിങ്ങൾ പറയുക എന്നൊക്കെ പറഞ്ഞ് സി എ ചന്ദ്രബോസ് തിരിഞ്ഞു നിൽക്കുമ്പോൾ ശാരദാമ്മ പെട്ടെന്ന് ഉൾവലിയാണ് കേട്ടോ. അങ്ങനെ അനൂപിൻ്റെയും നൂർജാവിൻ്റെയും അടുത്തോട്ട് ഓടിച്ചെന്നിട്ട് പറഞ്ഞു, മക്കളിങ്ങ് വന്ന് ഇവിടെ നിൽക്കില്ലേ എന്ന് പറഞ്ഞിട്ട് അവരെ പിടിച്ച് വലിച്ച് വേറെ റൂമിനുള്ളിലോട്ട് കൊണ്ടാക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഈ സി എ ചന്ദ്രബോസ് ഫോൺ വിളി കഴിഞ്ഞെത്തുമ്പോഴേക്കും ശാരദാമ്മ അവിടെ എത്തണം. അപ്പോൾ ഉടനെ ശാരദാമ്മയോട് പറയുന്നത്, എന്തായാലും ഞാൻ നോക്കട്ടെ, ഈ വീടിനുള്ളിൽ പരിശോധന തുടരട്ടെ എന്ന് പറഞ്ഞിട്ട് കോൺസ്റ്റബിളിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിശോധിക്കാൻ വിട്ടിരിക്കണം കേട്ടോ. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്ന ഇടയിൽ സി എ ചന്ദ്രബോസ് പറയണേ, ഇനി എനിക്ക് ആ പൂജാമുറിയുടെ ആ റൂമൊന്ന് പരിശോധിക്കണം എന്ന് പറയുമ്പോൾ ശാരദാമ്മ
ശാരദാമ്മ പറയണേ, എൻ്റെ CA ചന്ദ്രബോസെ, അർദ്ധരാത്രി വന്നിട്ട് ഇവിടെ ഒരു പെണ്ണ് മാത്രം താമസിക്കുന്ന വീട്ടിൽ വന്ന ഒരു ആണുങ്ങൾ പരിശോധന നടത്തി കഴിഞ്ഞാൽ ഒരു വനിതാ കോൺസ്റ്റബിൾ ഇല്ലാതെ അത് ചെയ്തു കഴിഞ്ഞാൽ വകുപ്പ് വേറെ ആയിരിക്കും. അതുമാത്രമല്ല, നിങ്ങളിപ്പോൾ ആ റൂമിൽ കയറി കഴിഞ്ഞാൽ തീർച്ചയായും ഈ വീട്ടിൽ പിന്നീട് ഞാൻ ഈ വീട് കത്തിക്കത്തേയുള്ളൂ. അത് കേൾക്കുന്ന CA ചന്ദ്രബോസ് പറയണേ, എന്തിനാണ് കത്തിക്കുന്നത്? അതെ, നിങ്ങൾ അവിടെ ഇവിടെ അലഞ്ഞു തിരിഞ്ഞ് നടന്ന് നിങ്ങളുടെ കാലൊന്നും ശുദ്ധമല്ല. ആ ശുദ്ധമില്ലാത്ത കാലം കൊണ്ട് നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ തീർച്ചയായും എൻ്റെ വീട് ഞാൻ കത്തിക്കും. പിന്നീട് ഉണ്ടാകുന്ന കോലാഹലങ്ങൾ നിങ്ങൾക്ക് പറയാനില്ലല്ലോ. അതും ഒരു വനിതാ കോൺസ്റ്റബിൾ ഇല്ലാത്ത ഒരു പെണ്ണിൻ്റെ വീട്ടിൽ വന്ന് വീട് സെർച്ച് ചെയ്യണം എന്നൊക്കെ പറയുന്നത് ശരിയല്ല. ഒന്നെങ്കിൽ നിങ്ങൾ വനിതാ കോൺസ്റ്റബിളുമായി വരണം. അപ്പോൾ തന്നെ അവിടെ SI പറയണേ, സാറേ അവർ പറയുന്ന കാര്യമുണ്ട്, നമുക്ക് വനിതാ കോൺസ്റ്റബിളിനായിട്ട് വരാം. അപ്പോൾ ഇത് കേൾക്കുന്ന CA ചന്ദ്രബോസ് പറയും, താൻ എന്ത് വർത്താനാണോ പറയുന്നത്? അത് നടക്കത്തില്ല, ഇപ്പം തന്നെ പരിശോധന നടത്തണം, അപ്പോഴേക്കും രക്ഷപ്പെടില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശാരദാമ്മയുടെ ഈ വാക്ക് വീണ്ടും മൂർച്ഛിച്ച് വരികയാണ്. ശാരദാമ്മ പറയണ, ധൈര്യമുണ്ടെങ്കിൽ താനൊന്ന് കയറി നോക്കുക, പിന്നീട് ഈ ശാരദാമ്മ ആരാണെന്ന് അറിയുമെന്ന് പറയുമ്പോൾ പേടി വരികയാണ് കേട്ടോ CA ചന്ദ്രബോസ്. അങ്ങനെ CA ചന്ദ്രബോസ് പേടിയോട് കൂടി നിൽക്കുമ്പോൾ ഈ ശാരദാമ്മ ഈ പറഞ്ഞ പ്രകാരം ആ പൂജാമുറിയിലോട്ട് കയറാൻ പറ്റിയില്ല കേട്ടോ. അപ്പോഴേക്കും ബാക്കിയുള്ള കോൺസ്റ്റബിളൊക്കെ വന്നിട്ട്, അയ്യോ സാറേ പരിശോധന കഴിഞ്ഞു എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയം എന്തായി കാര്യങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒന്നും ഇല്ല എന്ന് പറയുന്നത്. അതേസമയം ശാരദാമ്മ പറയുന്നത്, എന്തേ നിങ്ങൾ വിചാരിച്ച ആളുകളൊന്നും ഇവിടെ ഇല്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ അത് കേട്ടോടെ തന്നെ, പിന്നെ എന്തിനാണാവോ നിങ്ങളിവിടെ പരിശോധന നടത്തിയത്? എന്തായാലും എനിക്ക് വേണമെങ്കിൽ നിങ്ങളുടെ പേരിൽ ഒരു കേസ് കൊടുക്കാം. വനിതാ കോൺസ്റ്റബിൾ ഇല്ലാത്ത ഒരു ആരുമില്ലാത്ത വീട്ടിലോട്ട് വന്നിട്ട് ഇങ്ങനെ പരിശോധന നടത്തിയ നിങ്ങളുടെ പേരിൽ ഒരു കേസൊക്കെ കൊടുക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതേ സമയം അതെ, നിങ്ങളുടെ മരുമകനവിടെ വിഷ്ണു, അവനെയാണ് കിട്ടേണ്ടത്. അവന് 30 പവൻ കട്ട് ഒരു പാവം കുടുംബത്തുള്ള പെണ്ണിൻ്റെ ജീവിതം തകർത്തിട്ട് അവനിങ്ങനെ വിലസ് നടന്നാൽ ശരിയാവില്ലല്ലോ, ഒളിച്ചിരുന്നാൽ ശരിയാവില്ലല്ലോ. അവനെ പിടിക്കെന്ന് പറയുമ്പോൾ അതെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിഷ്ണു ഇവിടെ ഇല്ലെന്നും വിഷ്ണു പോയിരിക്കുകയാണെന്നും. ഇനിയിപ്പോൾ വിഷ്ണു ഈ വീട്ടിലുണ്ടെന്നെങ്കിൽ അവനെന്തിനാ ഒളിച്ചിരിക്കേണ്ട ആവശ്യം? അതൊക്കെ ഞങ്ങൾക്കറിയാം, 30 പവൻ തട്ടിമാറ്റാനുള്ള അടവ് നടത്തിയതല്ലേ എന്ന് CA ചന്ദ്രബോസ് പറയുമ്പോൾ ശാരദാമ്മ പറയുന്നത്, ഞങ്ങളുടെ കുഞ്ഞിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. പിന്നെ ഈ പറയുന്ന വിഷ്ണുവിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് വിഷ്ണുവുമായി തീർക്കുക, അതല്ലാതെ ഞാനുമായി തീർക്കാനാണ് നിങ്ങളുടെ ഉദ്ദേശമെങ്കിൽ ഈ ശാരദ ആരാണെന്നറിയും. സാറേ, എനിക്കും വേണ്ട പണികളൊക്കെ ചെയ്യാൻ അറിയാമെന്നൊക്കെ പറയണം കേട്ടോ. അങ്ങനെ CA ചന്ദ്രബോസ് അവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ അവർ വന്നിട്ട് പറയണം, ഇതിനുള്ളിൽ ആരും ഇല്ല എന്നൊക്കെ ഈ കോൺസ്റ്റബിൾ പറയാണ്. അങ്ങനെ അവർ പുറത്തോട്ട് ഇറങ്ങാൻ കേട്ടോ. അതേസമയം അനൂപും ഇതുപോലെ നൂർജഹാൻ ഇങ്ങനെ പേടിച്ച് പറിച്ച് പൂജാമുറി നിൽക്കുന്നുണ്ട്. ഈശ്വര രക്ഷപ്പെട്ടു, ശാരദാമ്മ തന്നെ രക്ഷിച്ചു എന്ന ഭാഗത്തിലായിരുന്നു നിൽക്കുക. അപ്പോഴേക്കും CA ചന്ദ്രബോസ് വീടിന് മുറ്റത്തെത്തുമ്പോൾ ശാരദാമ്മ മുറ്റത്തെത്താണ്. എന്നിട്ട് ശാരദാമ്മ സാറെന്ന് അവിടെ നിന്നെ. അപ്പോൾ കേൾക്കുന്ന CA ചന്ദ്രബോസ് എന്ന് ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് CA ചന്ദ്രബോസിനോട് ശാരദാമ്മ പറയണേ, അതെ, നിങ്ങളിപ്പോൾ കേരള പോലീസൊക്കെ പണ്ട് ഇങ്ങനെ കൊട്ടേഷൻ പണിയൊന്നും എടുത്തില്ല, ഇപ്പോൾ നിങ്ങൾ കൊട്ടേഷൻ പണി എടുക്കുന്നുണ്ടെന്ന് കണ്ടിട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി. എന്തായാലും നന്നായി, ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ഇങ്ങനെയുള്ള കൊട്ടേഷൻ പണി തന്നാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞ് ശാരദാമ്മ ഇങ്ങനെ ശാരദാമ്മ ഒരു തരം കളിയാക്കുന്നത് പോലെ CA ചന്ദ്രബോസിനോട് പറയുമ്പോൾ CA ചന്ദ്രബോസിന് വാക്കുകളില്ലാതെ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു കേട്ടോ. എന്നാൽ ഈ സമയം ഈ കുഞ്ഞുങ്ങളെയാണ് കാണിക്കുന്നത്. വിഷ്ണു ഷാനി നല്ല ഉറക്കമാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾ മിന്നാമിനിങ്ങനെ തേടി പോവുകയാണ്. അപ്പോൾ കുഞ്ഞ് പപ്പി പറയണേ, വേണ്ട നമുക്ക് പോവാം, ഇനി മിന്നാമിനിങ്ങൊന്നും വേണ്ട, നമ്മൾ അധിക ദൂരം കടന്നുപോയി, അതുകൊണ്ട് നമുക്ക് നമ്മുടെ വീട്ടിലോട്ട് തിരികെ പോവാം. അത് കേൾക്കുന്ന സത്യം പറയണത് നടക്കത്തില്ല, മിന്നാമിനിങ്ങ ഒന്നിനെങ്കിലും പിടിക്കണത് എൻ്റെ ആഗ്രഹമാണ്, നീ ഒന്ന് വന്നേ എന്ന് പറഞ്ഞിട്ട് അവർ മുന്നോട്ട് നീങ്ങുമ്പോഴാണ് അവരുടെ മുന്നിലോട്ടൊരു സിംഹം വരുന്നതായിട്ടോ. പിന്നീട് പറയാൻ വാക്കുകളില്ലേ, കുട്ടികൾ പേടി കൊണ്ട് അവിടെ നിന്ന് ഓടുമ്പോൾ ഇവരൊരു മലയുടെ മുകളിലല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒരു കല്ല് ചവിട്ടുന്നതിനോടുകൂടി ഇവർ മലയുടെ അടിയിലോട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ സന്യാസിനി, ആദ്യം കണ്ട ആ സന്യാസിനി പറഞ്ഞ ആ ദൈവത്തെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്, ആ വിഗ്രഹം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. എന്നാൽ ഈ സമയം പിറ്റേ ദിവസം നേരം വിളിക്കുന്ന ആ ഒരു സീനാണ്. ശാലിനി എനിക്ക് ഓർക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ ഈ ഒരു ദുസ്വപ്നം ശാലിനിക്ക് കാണിപ്പിച്ചും കൊണ്ടാണ് എണീക്കുന്നത്. അപ്പോൾ ശാലിനി ഞെട്ടലോട് കൂടി നിൽക്കുമ്പോൾ വിഷ്ണു പറയുന്നത്, താൻ എന്താണോ ഇങ്ങനെ പേടിച്ച് സ്വപ്നം കണ്ടതുപോലെ എണീക്കുന്നത്? വിഷ്ണുട്ടാ പറഞ്ഞത് ശരിയാണ്, എൻ്റെ മക്കൾക്ക് എന്തോ ആപത്ത്. എന്ത് മക്കൾക്ക് ആപത്ത്? ഞാൻ നീ മാത്രമുള്ള ഈ ഏരിയയിൽ എന്താ ആപത്ത് സംഭവിക്കുക? ഒന്നും സംഭവിക്കില്ല, മക്കൾ സുഖമായി ഉറങ്ങിക്കോട്ടെ, അവരോട് ഉറക്കാൻ കഴിഞ്ഞോട്ടെ, ഞാൻ കുറച്ച് നേരം കൂടി കിടന്ന്. അതല്ല വിഷ്ണുട്ടാ, ഞാൻ കണ്ട സ്വപ്നം, എന്നെ പേടിപ്പെടുത്തുന്ന സ്വപ്നം, തന്നോടല്ലേ പറഞ്ഞ ഇവിടെ കിടക്കാൻ. അപ്പോൾ വീണ്ടും ശാലിനി പറയണേ, ഞാൻ അത്രയും ഭയപ്പെടുന്ന സ്വപ്നമാണ് വിഷ്ണുട്ടാ കണ്ടത്, കുഞ്ഞുങ്ങൾ അതിനുണ്ടോയെന്ന് ഞാൻ നോക്കട്ടെ, അവർ ഉറക്കമുണർത്തണ്ടോ, താനിവിടെ കിടക്കണമെന്ന് പറയുമ്പോഴേക്കും ശാലിനി പോയിരിക്കുന്നു കേട്ടോ. അങ്ങനെ ശാലിനി ടെൻറ്റിലോട്ട് നോക്കുമ്പോൾ അവിടെ കാണാനില്ല. അതോടുകൂടി ശാലിനി വിഷ്ണുട്ടോ എന്ന് പറഞ്ഞ് അലറി വിളിച്ച് കരയാണ്. അങ്ങനെ ശാലിനി വളരെ പരിഭ്രാന്തിയാവാണ്. അങ്ങനെ ശാലിനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആ മാനസികാവസ്ഥ തകർന്നും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം
വിഷ്ണു വന്നു നോക്കുമ്പോൾ വിഷ്ണുവും ടെൻറ്റിനുള്ളിൽ കുട്ടികളെ കാണില്ല. അപ്പോഴേക്കും വിഷ്ണു പറയണേ അവർ കാറിൽ കിടന്നിട്ടുണ്ടാവും, എന്തായാലും നമുക്ക് അവിടെ പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് കാറിലോട്ട് പോകുമ്പോൾ അവിടെയും കാണില്ല കേട്ടോ. പക്ഷേ ഈ വിഗ്രഹത്തെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് കാണിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെയൊക്കെ ഒരു എപ്പിസോഡാണ് കേട്ടോ ഇന്ന് വന്നിരിക്കുന്നത്.